സംഘപരിവാർ BJP എന്തു പറഞ്ഞാണോ അധികാരത്തിലേറിയത് അതെല്ലാം അത് സാധിച്ചിട്ടുണ്ട്. നരേന്ദ്ര ദാമോദർദാസ് മോദി ഇങ്ങനെയായിരിക്കും തൻ്റെ സർക്കാർ എന്ന് പാർലമെൻറ്റിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ചരിത്രപരമായ പ്രസംഗം. ആ പ്രസംഗത്തോട് ഈ ദിവസം, അതായത് 4399 ദിവസം അങ്ങേയറ്റം നീതി പുലർത്തിയ ഒരു പ്രധാനമന്ത്രി. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കി. ഇന്ത്യ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണെന്ന്. കോഹിനൂർ ഡയമണ്ട് ഒന്നല്ല, ഇനി ഭാവിയിലെ രത്നങ്ങൾ സെമി കണ്ടക്ടറുകളാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് കാശ്മീർ ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. ലോകരാജ്യങ്ങളുടെ തലയുയർത്തി നിൽക്കുന്ന ഈ സാഹചര്യം, ആ സാഹചര്യത്തെ എങ്ങനെയായിരിക്കും അതിനെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. 30-ലേറെ രാജ്യങ്ങൾ അവരുടെ വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തിക്ക് നൽകാവുന്ന ഏറ്റവും പരമോന്നതമായ അവാർഡ്, 33ഓളം അത്തരത്തിലെ അവാർഡുകൾ ലോകത്തെ വിവിധ രാജ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് നൽകും. ദേശീയപാത വികസനം നമുക്ക് കേരളീയരോട് പറയേണ്ടതില്ല. കാരണം ദേശീയപാത 2 അറ്റത്ത് കേരളത്തിന് എത്തിച്ചത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. ഇതിനു മുമ്പ് ഇത്രയുമധികം ഈ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതിനൊരു ശ്രമം പോലും നടത്തിയിട്ടില്ല. ഐസൺ, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന അപൂർവ നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ അദ്ദേഹം 4399 ദിവസങ്ങൾ പ്രധാനമന്ത്രി കസേരയിൽ അദ്ദേഹം പൂർത്തിയാക്കി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലയളവ് കൂടി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 8900 പരം ദിവസങ്ങൾ അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണസമിതിയുടെ തലവൻ എന്ന നിലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് ഐസന് തോന്നുന്നത്? പ്രധാനമന്ത്രി അധികാരമേറ്റ, അതായത് 2014 അദ്ദേഹം അധികാരത്തിലെത്തിയ ആ കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പാർലമെൻറ്റ് പ്രസംഗം തന്നെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഒന്നാമത്തെ പാർലമെൻറ്റ് പ്രസംഗത്തിലാണ് അദ്ദേഹം സ്കിൽ ഇന്ത്യ, സ്കിൽ ഡെവലപ്മെൻറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു വീക്ഷണവും അതിൻ്റെ ഒരു അത്തരത്തിലുള്ള ചില ഭാവനാസമ്പന്നമായ പദ്ധതികളുടെ ഒരു നേർക്കാഴ്ച എങ്ങനെയായിരിക്കും തൻ്റെ സർക്കാർ എന്ന് പാർലമെൻറ്റിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ചരിത്രപരമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തോട് ഈ ദിവസം, അതായത് 4399 ദിവസം അങ്ങേയറ്റം നീതി പുലർത്തിയ ഒരു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ നീതി പുലർത്തിയ ഒരു ഭരണാധികാരി, ഏത് തരത്തിലും വ്യക്തിയെന്നോ അല്ലെങ്കിൽ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയെന്നോ ഏത് രീതിയിലും നമുക്ക് പരാമർശിക്കാവുന്ന ഒരു മെറിറ്റോറിയസായ ഒരു സേവനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഈ കാഴ്ചവെച്ച് നമ്മൾ വെറുതെ പറയുന്നതല്ല, അനുഭവവേദ്യമാകുന്ന തൊട്ടറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ച കഥ, അല്ലെങ്കിൽ ആ ഒരു അനുഭവം, അതുപോലെ തന്നെ വിദേശ ബന്ധങ്ങളിൽ അതിശക്തമായ ചില ഇടപെടൽ നടത്തിയൊരു ചരിത്രം, അതുപോലെ തന്നെ മറ്റു പ്രധാന കാര്യങ്ങൾ, സാമ്പത്തിക രംഗം പരിശോധിക്കുകയാണെങ്കിലും, അതുപോലെ പശ്ചാത്തല വികസന രംഗം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്തിൽ ചെയ്തിരുന്നതിൻ്റെ ഒരു വലിയ ക്യാൻവാസ് ആയിരുന്നു ഭാരതം. അതെ, വൈബ്രൻറ്റ് ഗുജറാത്ത് എന്ന് പറയുന്ന പേരിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ക്ഷേമ പദ്ധതികളും ഒക്കെ വലിയ രീതിയിൽ വികസനോന്മുഖമായി അദ്ദേഹം നയിച്ചു ഗുജറാത്തിനെ. അതിൻ്റെ ഒരു വലിയ ക്യാൻവാസിലാണ് അദ്ദേഹം ഭാരതത്തെയും കണ്ടത്. ഭരണത്തിലേറിയതിനു ശേഷം അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ച ഈ ഡിജിറ്റൽ ഇന്ത്യ പോലെയുള്ള ജൻധൻ പദ്ധതി ഭാരതത്തിലെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പ്രാപ്തനാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ പദ്ധതിയായിരുന്ന ഈ ജൻധൻ അത് രാജ്യത്തെ മാറ്റിമറിച്ചത് വളരെ സമൂലമായ പരിവർത്തനത്തിനാണ് ഈ രാജ്യത്തെ ജനങ്ങളെ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് ചുറ്റും ഡിജിറ്റൽ ലോകം ശരിക്കും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നാം വളരെയേറെ മുന്നിലാണ്. ഈ ഡിജിറ്റൽ മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത്?
ഡിജിറ്റൽ മാറ്റമെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്യാഷ്ലെസ് പേയ്മെൻറ്റുകളുടെ കാര്യമാണ്. അതെ, ക്യാഷ്ലെസ് പേയ്മെൻറ്റുകൾ, അതായത് വളരെ മനോഹരമായ പല കാഴ്ചകളും നമുക്ക് ഗ്രാമീണ മേഖലയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും. കപ്പ വിൽക്കാൻ വെച്ചിരിക്കുന്നിടത്തും ഒരു QR കോഡ് സ്കാനർ ഉണ്ടായിരിക്കും, QR കോഡ് ഉണ്ടായിരിക്കും. സ്കാൻ ചെയ്ത് ഏത് കച്ചവട സ്ഥാപനങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കുന്നു. ഈ കാണാൻ സാധിക്കുന്നു. എനിക്ക് ഏറെ കൗതുകം തോന്നിയൊരു വിഷയം, ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷക്കാരൻ എനിക്ക് QR കോഡ് കാണിച്ചു തന്നത് വാച്ചിലാണ്. ആ വാച്ച് ഇങ്ങ് നീട്ടിപ്പിടിച്ചു, കൃത്യമായ വാച്ചിൽ കാണിച്ചു. കാരണം അത്രയും ജനകീയമായി ഈ ഡിജിറ്റൽ സാങ്കേതികവിദ്യയെ പരിവർത്തനപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഓരോ ദിവസവും നമ്മൾ പലയിടങ്ങളിലും ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ കടകളിൽ പോകാനും ഒക്കെ നമ്മൾ ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ അറിവിൽ ഈ പരിസരത്ത് പോലും, ഈ തിരുവനന്തപുരത്ത് എവിടെ തിരഞ്ഞാലും QR കോഡ് ഫിക്സ് ചെയ്യാത്തൊരു കടയില്ല, ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഒരുക്കാത്തൊരു സ്ഥാപനവുമില്ല, ഒറ്റ സ്ഥാപനവുമില്ല. വളരെ ചുരുക്കം ചില സ്ഥാപനങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി തിരഞ്ഞാൽ കണ്ടെത്താമെന്നല്ലാതെ അങ്ങനെ ഒരു സംഭവമില്ല. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇല്ലാത്ത ആളുകളില്ല. എല്ലാവരും കംഫർട്ടബിളായി ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും. മനഃപൂർവ്വം മുഖം തിരിഞ്ഞ് നിൽക്കുന്നവർ മാത്രമേ ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇല്ലാത്തുള്ളൂ. അത് സ്വാഭാവികമായും പല കാരണങ്ങളുണ്ടാകും. എൻ്റെ അനുഭവത്തിലൊരു വ്യക്തിയുണ്ട്, അവരെ ഡിജിറ്റൽ പേയ്മെൻറ്റിനെ ഏത് രീതിയിൽ, വളരെ പ്രായമായൊരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ്, അവരെ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തി ആരോ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിനോടൊരു ഭയം വന്നതാകാം. അതൊന്നും ആ സംവിധാനത്തോടുള്ള എതിർപ്പല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ ഒരു അനുഭവം ഉണ്ടായി അവർ മാറുന്നു. അതായത് ഇതിനെക്കുറിച്ച് എതിരഭിപ്രായമുള്ള ആൾക്കാർ, അതുണ്ടായതുകൊണ്ടാണല്ലോ അവർ പറ്റിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഓരോ രംഗങ്ങളിലും ഡിജിറ്റൽ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നൊരു വലിയ സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും, അത് ഈ ചെറിയ നമ്മളുടെ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ, അത്തരത്തിൽ ഗവൺമെൻറ് സർവീസസ് മുഴുവൻ ഡിജിറ്റൈസ് ചെയ്യുന്ന സംവിധാനം, അതുപോലെ തന്നെ ഡാറ്റ ഡിജിറ്റലൈസേഷൻ നടത്തുന്ന സംവിധാനം. ഇപ്പോൾ നമുക്ക് എല്ലാ സംവിധാനങ്ങളും, ഈ മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ വാങ്ങുന്നത് ഒരൊറ്റ ദിവസം ഒരൊറ്റ ക്ലിക്കിലാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വ്യാപകമായി ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. അതിൽ കാര്യക്ഷമത വർദ്ധിക്കുന്നു. സമയം, ഊർജ്ജത്തിൻ്റെ നഷ്ടം കുറയ്ക്കുക, സ്പേസിൻ്റെ നഷ്ടം, ഡിജിറ്റൽ സ്പേസും അതുപോലെ തന്നെ ഫിസിക്കൽ സ്പേസും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ഭീകരമായ അന്തരമാണ്. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റായ രഞ്ജിത്തിന് അത് മനസ്സിലാവും കൃത്യമായി, എത്രയാണ് ആ ഒരു വിഡ്ത്ത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഈ 2014 അദ്ദേഹം ഭരണത്തിൽ കയറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 4399 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഈ ഭാരതത്തിൻ്റെ വിദേശ ബന്ധം അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ സാഹചര്യം, ആ സാഹചര്യത്തെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കിക്കാണാൻ പറ്റുക? അതിനെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പലരും ചോദിക്കുമ്പോൾ അവരോട് ഒരൊറ്റ ഉത്തരമേ നമുക്ക് പറയേണ്ടതുള്ളൂ. 30-ലേറെ രാജ്യങ്ങൾ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തിക്ക് നൽകാവുന്ന ഏറ്റവും പരമോന്നതമായ അവാർഡ് 33ഓളം അത്തരത്തിലെ അവാർഡുകൾ ലോകത്തെ വിവിധ രാജ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് നൽകി. ഇന്ന് പ്രധാനമന്ത്രിയുടെ അന്താരാഷ്ട്ര സന്ദർശനത്തിൽ ഒരു പ്രധാന ഘടകം ഈ വാർത്തയാണ്. അതേസമയം അത്തരത്തിലൊരു അവാർഡ് അല്ലെങ്കിൽ അത്തരത്തിലൊരു റിവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അദ്ദേഹം അതിനെ സമർപ്പിക്കുന്നത് 140 കോടി ജനങ്ങൾക്കുമാണ്. അന്ന് ആ വേദിയിൽ, ആ നിമിഷം, ഇന്ന് വരെ ഒരു അവാർഡും വാങ്ങി പ്രധാനമന്ത്രി ഈ വാക്ക് പറയാതെ പോയത് ഞാൻ കണ്ടിട്ടില്ല. അത് അത്രയും ജനങ്ങളോടുള്ള മനുഷ്യൻ്റെ ഒരു അടുപ്പവുമാണ്, ഒരു സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണത്. അതൊരു സൂചനയാണ്. പല വിഷയങ്ങളിലും ഇപ്പോൾ ഏറ്റവും നിർണായകമായത്, ഈ അന്താരാഷ്ട്ര വിഷയങ്ങൾക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും നിർണായകമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായൊരു മറുപടി ഉണ്ടായത്, യുക്രൈൻ വിഷയത്തിലെ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഓപ്പൺ സംവിധാനങ്ങൾ, ഒരു ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞത്, ബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, സമാധാനത്തിൻ്റെ പ്രചാരകനാണ് ബുദ്ധൻ, സമാധാനമാണ് വേണ്ടത്, ആധുനിക കാലത്തെ ബുദ്ധൻ്റെ പ്രബോധനം ഡിപ്ലോമസിയാണ്, അതിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനത്തിലേക്ക് നീങ്ങണം. ഇത്തരത്തിൽ വലിയൊരു സന്ദേശം 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മഹാനായൊരു വ്യക്തിത്വത്തിൻ്റെ ആ അനുഭവത്തെ, ആ പാരമ്പര്യത്തിൻ്റെ അനുഭവത്തെ ലോകത്തിന് പകർന്നു കൊടുത്തിരിക്കുന്നു. ഒന്ന്, സമാധാനത്തിൻ്റെ വിഷയം. ഇനി സാമ്പത്തിക വിഷയം നോക്കുകയാണെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാർ എത്രയോ രാജ്യങ്ങളുമായും എത്രയോ രാജ്യങ്ങളുടെ കൺസോർഷ്യങ്ങളും, യൂറോപ്യൻ യൂണിയൻ അതുപോലുള്ള രാജ്യങ്ങളുടെ കൺസോർഷ്യവുമായി സ്വതന്ത്ര വ്യാപാര കരാറിലെത്തുന്നു. അതുപോലെ തന്നെ വിവിധങ്ങളായ രാജ്യങ്ങളുമായി വലിയ തോതിലുള്ള ബന്ധം, വാണിജ്യ സാംസ്കാരിക ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻസ്, അതായത് സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ പല ആർട്ടിഫാക്ട്സും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ ചരിത്രമാണ്. അതെ, എവിടെ പോകുമ്പോഴും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകം, അതും ഒരു പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശന വേളയിൽ ഒരു പ്രധാന വാർത്തയാണ്, ഒരു പ്രധാന സ്റ്റോറി
മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടതാണ്. ഇതിനു മുമ്പ് ഇത്രയും അധികം ഈ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള ഒരു അവസ്ഥ അതിനൊരു ഉണ്ടായിട്ടില്ല, ശ്രമം പോലും നടത്തിയിട്ടില്ല. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഏതാണ്ട് 19 വിദേശ പാർലമെൻറ്റുകളെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 12 വർഷത്തെ കാലയളവിൽ 19 വിദേശ പാർലമെൻറ്റുകളെ അവിടെ പോയി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ പാസ്പോർട്ടിന് ഇത്രയധികം വില കിട്ടിയ മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വിദേശ രാജ്യങ്ങളിലെ എംബസികൾ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ ഇത്രയും അഡ്രസ്സ് ചെയ്ത് ഇത്രയും നമുക്ക് അപ്രോച്ചബിളായിട്ട് എംബസികൾ പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ടുള്ള വിദേശ നയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോഡ്, ഷിപ്പിംഗ്, പാലങ്ങൾ, ഇവയൊക്കെ ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കിക്കാണാൻ കഴിയും? അത് ഈ വിഷയം ഞാൻ പഠിക്കുമ്പോൾ കുറച്ച് ഡാറ്റ എടുത്തിരുന്നു. ഡാറ്റ ഒരു അത്ര രസമല്ലാത്തൊരു കാര്യമാണ് കേൾക്കാനെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് ഡാറ്റ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതിൽ നമുക്ക് സാമ്പത്തിക വളർച്ചയുടെ രംഗം ഒന്ന് പരിശോധിച്ചാൽ ഈ അവസാന 2025-26 സാമ്പത്തിക വർഷവും പ്രതിസന്ധികളുണ്ടായിരുന്നു. അതായത് അധിക താരിഫിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇറാൻ യുദ്ധത്തിൻ്റെ വിഷയമുണ്ടായിരുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും 7.7 GDP ഗ്രോത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അതിവേഗം കുതിക്കുന്നൊരു സമ്പദ് വ്യവസ്ഥയായി മാറുന്നു, മുന്നോട്ട് പോകുന്നൊരു സമ്പദ് വ്യവസ്ഥയാകുന്നു. അതുപോലെ തന്നെ വലിയ തോതിലുള്ള ഈ GDP നിരക്കിലെ GDP വളർച്ചാ നിരക്ക് കൺസിസ്റ്റൻ്റായി നിലനിർത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ സാമ്പത്തിക രംഗത്ത് പല ടൂളുകളുണ്ട്. ഇത് എക്കണോമിക് ടൂളുകളാണ്. ഇതൊക്കെ ഈ എക്കണോമിക് ടൂളുകളൊക്കെ കാര്യക്ഷമമായി അദ്ദേഹം മാനേജ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒന്നായി എടുത്തു പറയുകയാണെങ്കിൽ 74 വിമാനത്താവളങ്ങൾ 165 വിമാനത്താവളങ്ങളായി ഉയരുന്നു. 164 മറ്റോ 160-ലേറെ വിമാനത്താവളങ്ങളായി ഉയരുന്നു. കണക്ടിവിറ്റി വർദ്ധിക്കുന്നു. എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉന്നത തലത്തിലുള്ള ബിസിനസ് ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നു. വൻതോതിലുള്ള നിക്ഷേപം വരുന്നത്, അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. പക്ഷേ അതുപോലെ തന്നെ സാധാരണക്കാരെയും പരിഗണിക്കുന്നുണ്ട്. ദേശീയപാത വികസനം നമുക്ക് കേരളീയരോട് പറയേണ്ടതില്ല. കാരണം ദേശീയപാത 2 അറ്റത്ത് കേരളത്തിനെ എത്തിച്ചത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് അങ്ങേയറ്റം വരെ ദേശീയപാത ഇന്നുണ്ട്. ദേശീയപാത അവിടെയുണ്ട്. അത് പൂർണ്ണമായും 45 മീറ്റർ വീതിയിൽ കൃത്യമായി ദേശീയപാതയുണ്ട്. ഈ ദേശീയപാതയുടെ വികസനം, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസനം, റെയിൽവേ വികസനം, റെയിൽവേ ബജറ്റൊക്കെ 3 ഇരട്ടി വർദ്ധിച്ച ഒരു സാഹചര്യമാണുള്ളത്. റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബജറ്റില്ലാത്ത കാലമായിരുന്നു എങ്കിൽ കൂടി റെയിൽവേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 3 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. അത്തരത്തിൽ എയർപോർട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ രംഗത്തെ വ്യവസായവൽക്കരണത്തിന് വേണ്ടി വൻതോതിലൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിരിക്കുന്നു. ഭാരതം ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു വലിയ ഹബ്ബായിട്ട് മാറാൻ പോവുകയാണ്. തൈവാനെയും ചൈനയെയും സിംഗപ്പൂരിനെയും ഒക്കെ കടത്തിവെട്ടി മലേഷ്യ, ഈ 3-4 രാജ്യങ്ങളാണ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിൻ്റെ കേന്ദ്രങ്ങളായിട്ട് കാലാകാലങ്ങളായി അറിയപ്പെടുന്നത്. ഇന്ത്യ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണെന്നാണ് വിവിധ സെമി കണ്ടക്ടർ നിർമ്മാതാക്കൾ ഇന്ത്യയിൽ വന്ന ആൾറെഡി നമ്മുടെ സർക്കാരുമായിട്ട് കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് ഭാവിയിലെ രത്നം, നമ്മൾ കോഹിനൂർ ഡയമണ്ട് ഒന്നല്ല, ഇനി ഭാവിയിലെ രത്നങ്ങൾ സെമി കണ്ടക്ടറുകളാണ്. ആ സെമി കണ്ടക്ടറുകളുടെ രംഗത്ത് വലിയ തോതിൽ മുന്നേറാൻ പറ്റിയിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇത് വ്യവസായം, വാണിജ്യം, വലിയ ബിസിനസ് കാര്യം, എയർപോർട്ട്, അതുപോലെ തന്നെ ട്രെയിനുകളുടെ കാര്യം, അത്തരത്തിലുള്ള വലിയ മെട്രോയുടെ കാര്യമൊക്കെ പറയുമ്പോഴും നമ്മൾ മറ്റൊരു പ്രധാന ഘടകം കൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ആർക്കും അത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല, 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കി. അവർ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തായി ദാരിദ്ര്യമുക്തരായി. അവർക്ക് പല രീതിയിലാകാം. അതവരുടെ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടാകാം, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം ഉയർന്നിട്ടാകാം, പല രീതിയിൽ വൈദ്യസഹായം ലഭിക്കുമ്പോൾ അത്തരത്തിലുള്ള ചിലവുകൾ. ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടായിരുന്ന 25 കോടി മനുഷ്യർ ദാരിദ്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി വന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് വേറൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പറയാനില്ല. വേറെ ഒന്നും അതിനപ്പുറത്ത് പറയാനില്ല. അതാണ് ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ. വീടുകളുടെ നിർമ്മാണം,
അതുപോലെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് നിർമ്മാണം, അത്തരത്തിലുള്ള ജനകീയ പദ്ധതികൾ, അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. ഒരു ഭരണാധികാരി രാജ്യത്തിൻ്റെ വികസനവും രാജ്യത്തിൻ്റെ പുരോഗതിയും സാമ്പത്തിക പുരോഗതിയും ഒരുപോലെ സ്പർശിക്കണമെന്ന് പറയുന്നു. അദ്ദേഹം 2014 അധികാരമേറ്റതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള ഒരു വ്യത്യാസത്തിൻ്റെ ഒരു കണക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതായത് IITകൾ 16 അവിടെ നിന്ന് 23 ഇപ്പോഴത്തെ അവസ്ഥ. 12 വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ്. IIMS ഉണ്ടല്ലോ, അത് 13 നിന്ന് 21 മാറിയിട്ടുണ്ട്. AIMSൻ്റെ 7 നിന്ന് 23 മാറിയിട്ടുണ്ട്. ഇത് ഒരു ചെറിയ മാറ്റമല്ല. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം, വളരെ വിശാലമായ അവസരം, ഈ ലോകോത്തരങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനവ്. കേരളത്തിൽ പോലും IIT വന്നിട്ടുണ്ട്. ഇപ്പോൾ AIMSൻ്റെ പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നീക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും AIMSകൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യം പോകുന്നത്. ഇതുകൂടാതെ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA അല്ലെങ്കിൽ സംഘപരിവാർ BJP എന്തു പറഞ്ഞാണോ അധികാരത്തിലേറിയത് അതെല്ലാം അവർ സാധിച്ചിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കളയുമെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. കാശ്മീർ ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. അതിനുശേഷം ട്രിപ്പിൾ തലാക്ക് മൂലം ബുദ്ധിമുട്ടിയിരുന്ന അനവധി മുസ്ലിം സഹോദരിമാരുണ്ടായിരുന്നു. അവർക്ക് ഇനി ആ ട്രിപ്പിൾ തലാക്ക് ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ ഭാരതത്തിലുള്ള ഒരൊറ്റ മുസ്ലിം സ്ത്രീയും മുത്തലാക്ക് കാരണം ബുദ്ധിമുട്ടില്ല. ആ അവസ്ഥയിലേക്ക് രാജ്യമെത്തി. അതിലുപരിയായിട്ട് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ശ്രീ രാമജന്മഭൂമിയിൽ നിലനിന്നിരുന്ന ആ കെട്ടിടവും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷയങ്ങളും. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇല്ലാതാവുകയും നിലവിൽ കോടതി വിധിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവിടെ ശ്രീരാമക്ഷേത്രത്തിന് നരേന്ദ്രമോദി തന്നെ തറക്കല്ലിട്ടു. ക്ഷേത്രമുയർന്നു, പ്രതിഷ്ഠ നടന്നു. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം മാറിയിരിക്കുകയാണ്. ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന വിദേശത്ത് നിന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിനൊരു ബാധ്യതയാണ്. ഇവരെ കൃത്യമായി കണ്ടെത്തി അവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. നിരവധി സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കി. ഇതൊക്കെ ഒരു ഭരണാധികാരി ചെയ്യാവുന്ന, രാഷ്ട്രീയമായി ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാവുന്ന വിവിധ ഘടകങ്ങളാണ്. അതെല്ലാം വളരെ ഭംഗിയായി നടപ്പിലാക്കുകയാണ് ഈ 12 വർഷങ്ങൾ കൊണ്ട് നടന്നത്. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന മറ്റ് സർക്കാരുകൾക്ക് ഇതിൽ പലതും ചെയ്യാമായിരുന്നു. പക്ഷേ അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ ഡയറക്ഷൻ അവർക്കില്ലായിരുന്നു, ഒരു ദിശാബോധമില്ലായിരുന്നു. ആ ദിശാബോധമില്ലായ്മ ഇവിടെ കാണാനില്ല. ഇവിടെ കൃത്യമായ ദിശാബോധത്തിലാണ് ഈ സർക്കാരും അതിനെ നയിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും മുമ്പോട്ട് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഭീകരതയുടെ ബാധ്യതയായി മാറുന്നൊരു സംവിധാനമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. അതായത് നയതന്ത്ര തലത്തിൽ പല തന്ത്രങ്ങൾ പ്രയോഗിക്കും. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത് വളരെ മുതിർന്ന വിദേശകാര്യ വിദഗ്ധരൊക്കെ അല്ലെങ്കിൽ ഈ ഡിപ്ലോമാറ്റുകളൊക്കെ സൂചിപ്പിച്ചിരുന്നത് പാകിസ്ഥാനിലേക്ക് ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ നിന്ന് പോകുന്നത് വെള്ളമാണ്. ആ വെള്ളം തടയുകയാണ് അവരെ മര്യാദ പഠിപ്പിക്കാൻ ശരിയായ വഴി. അതെ, സിന്ധു നദീജല കരാർ, ആ കരാർ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ഭരണ നേതൃത്വത്തിനും ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. പക്ഷേ നരേന്ദ്രമോദി അത് കൃത്യമായി നിമിഷങ്ങൾക്കകം നടപ്പിലാക്കുകയും അത് മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാമിൽ ആക്രമണം നടത്തിയ പാകിസ്ഥാനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അത് ആ ഇച്ഛാശക്തി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും വളരെ ഭംഗിയായി ആ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കുകയും സൈന്യവും ഈ രാജ്യവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ 12 വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ശക്തമായ കരങ്ങളിലാണ് എന്ന് ബോധ്യമാക്കുന്നതാണ് 12 വർഷം തികഞ്ഞ ഭാരതത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും കൂടുതൽ കാലം സർവ് ചെയ്ത പ്രധാനമന്ത്രി നാളെയും മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹം ഇനി കൂടുതൽ റെക്കോർഡുകൾ അദ്ദേഹം തിരുത്താനുണ്ട്. ആ റെക്കോർഡുകൾ തിരുത്തും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും റെക്കോർഡുകൾ തിരുത്തപ്പെടട്ടെ.